കഴിഞ്ഞ ദിവസം നമ്മുടെ ശക്തൻ മാർക്കറ്റിൽ ഫ്യൂജി ഫിലിമിന്റെ ഫോട്ടോ വാക്ക് ഉണ്ടായിരുന്നു കേട്ടോ. പല പ്രാവശ്യം ക്ഷണങ്ങൾ കിട്ടാറുള്ളതാണെങ്കിലും ഇപ്രാവശ്യമാണ് പോവാൻ പറ്റിയിട്ടുണ്ടായിരുന്നത്. കാലത്ത് 6:30 ഞങ്ങളൊരു ടീം ശക്തൻ മാർക്കറ്റിലെ ഈ വെജിറ്റബിൾ സെക്ഷനിലേക്ക് അങ്ങോട്ട് ഇറങ്ങി. പല കാഴ്ചകള്, പണിയെടുക്കുന്ന പല പല കൈകള്, അധ്വാനിക്കുന്ന പല പല മുഖങ്ങള്, അതൊക്കെ പകർത്തലായിരുന്നു ഞങ്ങളുടെ ഇന്നത്തെ ലക്ഷ്യം. ഞങ്ങൾ 10-15 പേരുടെ കയ്യിൽ ഫ്യൂജിയുടെ പല മോഡലുകൾ ഉണ്ടായിരുന്നു കേട്ടോ. ആരൊക്കെ ഏതൊക്കെ പിക്ക് എടുത്തതെന്ന് എനിക്കറിയില്ല. ഞാൻ എടുത്ത കുറച്ച് ക്ലിപ്സുകളാണ് ഇവിടെ ഉണ്ടായിരുന്നത്. പിന്നെ നമ്മൾ പോയത് മീൻ മാർക്കറ്റിലേക്കാണ്. മീൻ മാർക്കറ്റിലത്തെ കാഴ്ച എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിലും അവിടെ അതിമനോഹരമായ കുറെ നമ്മൾ എത്തിച്ചേരുന്ന സ്ഥലം എങ്ങനെയുള്ളതായാലും മനോഹരമായ ഫ്രെയിമുകൾ കണ്ടുപിടിക്കുക എന്നുള്ളത് ഫോട്ടോഗ്രാഫറുടെ കണ്ണുകളുടെ കഴിവാണ്. അങ്ങനെ മനോഹരമായ ഒരുപാട് ഫ്രെയിമുകൾ കണ്ടെത്താൻ കഴിഞ്ഞു 2 മാർക്കറ്റുകളിലും. പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് പ്രകൃതിയിലെ നിമിഷങ്ങൾ പകർത്താൻ കഴിയുന്ന ആൾക്കാരാണല്ലേ ഫോട്ടോഗ്രാഫർമാർ. ചിലർ എത്ര ഭംഗിയായിട്ടാണെന്ന് അറിയോ ഓരോ നിമിഷങ്ങൾ ക്യാപ്ചർ ചെയ്തത്. അടിപൊളിയായിരുന്നു കേട്ടോ. ഫ്യൂജിയുടെ ക്യാമറയും അടിപൊളി തന്നെയാണ്. ആ കാണുന്ന വടക്കുന്നാഥനോടും ഈ കാണുന്ന പുത്തപ്പടിയോടും ടാറ്റയും ബൈബൊക്കെ പറഞ്ഞ് നമ്മൾ വീട്ടിൽ പോവാണ് കേട്ടോ. അവിടെ കണ്ട മീനോളൊന്നും എനിക്ക് വലിയ താല്പര്യം തോന്നിയില്ല എന്നുണ്ടെങ്കിലും ഇവിടെ ഞാൻ നമ്മുടെ ഇക്കയുടെ കയ്യിൽ നിന്ന് 2 മീൻ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ചാടി തുള്ളി പോണതേ മീൻ കൂട്ടാൻ വയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ഇതാണ് നമുക്ക് കിട്ടിയ മീൻ. ഇതിന്റെ പേരൊന്നും എന്നോട് ചോദിക്കരുത്, എനിക്കറിയാൻ പാടില്ല. കഴുകി വൃത്തിയാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. വരകളൊക്കെ ഇട്ടിട്ട് അതിനത് നടുകീറി ഒരു ബട്ടർഫ്ലൈ ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട്. ഇനി സാധാരണ നമ്മൾ വറക്കുന്ന പോലെ വറക്കണം, എന്നിട്ട് കൂട്ടാൻ വെക്കണം. അതാണ് ഉദ്ദേശം. പ്രത്യേകിച്ച് അടാറ് റെസിപ്പികളൊന്നുമില്ല. എങ്കിലും ഞാൻ ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യുന്നത്. എന്തൊരു കാര്യം ആദ്യമായിട്ട് ട്രൈ ചെയ്യുമ്പോഴും എനിക്ക് 4 ആളെ കാണിക്കണം എന്നുള്ളത് നിർബന്ധം. അങ്ങനെയല്ല ഈ കറി വെക്കുന്ന കാര്യങ്ങളൊക്കെ. മഞ്ഞപ്പൊടി, മുളക് പൊടി, ഉപ്പ്, കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ കൂട്ടി തിരുമ്മി കുറച്ച് ചെറുനാരങ്ങ നീരൊക്കെ ഒഴിച്ച് മാരിനേറ്റ് ചെയ്ത് 10-15 മിനിറ്റ് വെച്ച് നമുക്കിതിനെ വറുത്തെടുക്കാം കേട്ടോ. ഒന്നും എന്ത് വന്നപ്പോഴേ പുള്ളിക്കാരൻ്റെ സ്വഭാവം മാറിയിട്ടോ. മസിൽ പിടിച്ചിരിക്കുകയായിരുന്നു, അവിടെ ഇവിടെയൊക്കെ പൊട്ടിപ്പോയിട്ടുണ്ട്. നമുക്കങ്ങനെ ഉള്ളി, വെളുത്തുള്ളി, പച്ചമുളക്, അതുപോലെ തന്നെ കുറച്ച് ഇഞ്ചിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ചതച്ചെടുക്കാം. അതിലേക്ക് കുറച്ച് ഇഞ്ചിയുടെ പേസ്റ്റും വെളുത്തുള്ളിയുടെ പേസ്റ്റും കുറച്ച് എക്സ്ട്രാ ഫ്ലവറിന് ആഡ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് കേട്ടോ. പിന്നെ അതിലേക്ക് പൊടികളായിട്ടുള്ള മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടിയും കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴണ്ട് വരുമ്പോൾ, പച്ചമണം മാറി വരുമ്പോൾ അതിനുള്ളിലേക്ക് തക്കാളി ഒഴിച്ച് കൊടുക്കാം. പിന്നെ ആ ചാറ്, അതായത് കുറച്ച് ഗ്രേവി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് നമ്മുടെ തക്കാളിയിൽ വെള്ളം കൂടെ ചേർത്ത് ഒന്ന് മിക്സായിട്ട് വരുമ്പോൾ വറുത്ത് വെച്ചിട്ടുള്ള നമ്മുടെ മീൻ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. കറിവേപ്പില ഇടാൻ മറക്കണ്ട കേട്ടോ, ഞാൻ മറന്നു. എങ്കിൽ പിന്നെ ഉപ്പും കൂടെ ഒക്കെ ഇട്ട് കറിയൊക്കെ സെറ്റായിട്ട് വരുമ്പോൾ അടച്ച് വെച്ച് വേവിക്കുക. ആ കഷ്ണങ്ങളിലേക്ക് ആ ഉപ്പും പുളിയും മുളകും ഒക്കെ പോകണം. പിന്നെ കുടമ്പുളി ഇടാൻ മറക്കരുത്. ഇട്ടിട്ട് ഈ ചപ്പാത്തിയിലോട്ട് ഇങ്ങനെ അങ്ങോട്ട് ഒഴിക്കുക. ജിമ്മിന് പോകാൻ നിൽക്കുക. അതാണ് ഒരു ചപ്പാത്തി കേട്ടോ. പക്ഷെ 10 ചപ്പാത്തി തിന്നാൻ കുട്ടികളെ നിങ്ങളിങ്ങനെ മീൻകറി വെച്ച് നോക്കൂ. അടാറ് ടേസ്റ്റാണ്, കിടിലൻ ടേസ്റ്റാണ്. കാലത്തോട്ട് ശക്തൻ മാർക്കറ്റ് നടന്ന് നീങ്ങിയ ക്ഷീണം ഇപ്പോഴാണ് തീർന്നത്.